നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് സ്ട്രിപ്പ് ഫൂട്ടിങ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡൺ? സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് PCC ആണ്. 10 സെൻറ്റിമീറ്റർ തിക്കുള്ള PCC ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ PCC നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് 40 mm അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് PCC കൺസ്ട്രക്ട് ചെയ്യുന്നത്. റാഫ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് കോൺക്രീറ്റിംഗ് ആണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റീൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാഫ്റ്റ് സ്ലാബും റാഫ്റ്റ് ബീമും ആണ് ഈ താഴെ കാണുന്നത്. അതിലൊപ്പം തന്നെ എല്ലാ കോളംസും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ടാറ്റാൻ്റെ സ്റ്റീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റാഫ്റ്റ് ബീം വന്നിട്ട് നമുക്ക് 70 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഷിയർ വാള്, മുകളിലേക്ക് പോകുന്നതെല്ലാം ഷിയർ വാൾസ് ആണ് ഈ കാണിക്കുന്നത്. റാഫ്റ്റ് ബീമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ ആണ്. നമുക്കതിൽ ബെഡ് സ്ലാബ് വന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ്. അതിനുശേഷം നമുക്ക് ട്രപ്പിസോയിഡലായിട്ടാണ് റാഫ്റ്റ് ബീം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 30-ൽ നിന്ന് 70-ലേക്കാണ് സ്ലോപ്പ് വന്നിരിക്കുന്നത്. എല്ലാ ഷിയർ വാളും കണക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോയിട്ടുണ്ട്. 8 mm ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് പോയിരിക്കുന്നത്. കോളംസ് എല്ലാം വന്നിരിക്കുന്നത് 220/500 കോളംസ് ആണ്. കോളംസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽസ് 16 mm 20 mm ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 8 mm സ്റ്റിറപ്സും ഉണ്ട്. കൂടാണ്ട് എല്ലാത്തിലും 8 mm തന്നെ സിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റാഫ്റ്റ് സ്ലാബിന് യൂസ് ചെയ്തിരിക്കുന്നത് 10 mm സ്റ്റീലാണ്. അതിനെല്ലാത്തിനും കവറിങ് 5 സെൻറ്റിമീറ്റർ ആണ് ഇതിനൊക്കെ കവറിങ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിങ് കോൺക്രീറ്റിംഗ് ടൈമിൽ നമുക്ക് നോൺ കൊറോസീവ് കെമിക്കൽസ് ആയ നിറ്റോബോണ്ട് EP നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്കബിലിറ്റി കൂട്ടാനായിട്ട് അഡ്മിക്സ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്.